നമുക്കിന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. അതിനൊരു 6-7 മുട്ട ബോയിൽ ചെയ്യാൻ വയ്ക്കുക. മുട്ട പുഴുങ്ങുന്ന സമയം കൊണ്ട് 2 സവോള അരിഞ്ഞു വയ്ക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചതച്ച് വയ്ക്കാം. തക്കാളി അരിഞ്ഞു വയ്ക്കാം. 2 തക്കാളി മതിയാകും. പെരിഞ്ചീരകവും ബേ ലീഫും ഒരു കഷ്ണം കറുവപ്പട്ടും വേണം. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂണും 1/2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ എടുത്തു വയ്ക്കാം. പിന്നെ പ്രധാനമായും വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൽ ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ബോയിലിംഗ് വാട്ടറിലേക്ക് ഒരു 150 to 200 ഗ്രാം പൊടി ആഡ് ചെയ്താൽ വളരെ കൊഴുത്ത പാൽ കിട്ടും. പാൻ ചൂടായി കഴിയുമ്പം ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളകും ചതച്ച് വെച്ച ഇഞ്ചിയും ചതച്ച് വെച്ച വെളുത്തുള്ളിയും ആഡ് ചെയ്ത് നന്നായി മൂപ്പിക്കുക. ഒന്ന് വഴഞ്ഞു വരുമ്പം നമുക്ക് കറിവേപ്പിലയും സവോളയും ഇട്ട് നന്നായിട്ട് വഴറ്റാം. പിന്നെ സവോള പെട്ടെന്ന് വഴറ്റാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. നമുക്ക് എടുത്തു വെച്ച പെരിഞ്ചീരകവും കറുവാപ്പട്ടയും എല്ലാം ആഡ് ചെയ്യുക. അത് നന്നായി വഴന്നതിന് ശേഷം നമ്മളുടെ പൊടികളെല്ലാം ഇട്ട് മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മസാല നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വെന്തുടയണം. വെന്തുടഞ്ഞ് കളറെല്ലാം മാറി വന്നു കഴിയുമ്പം നമുക്ക് മുട്ട ആഡ് ചെയ്ത് നന്നായിട്ട് ആ മസാലയൊക്കെ മുട്ടയിലേക്ക് ഇളക്കി ചേർക്കണം. അതിനുശേഷം നമുക്ക് നമ്മളെ കുറുക്കിയ തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് തിളച്ചാൽ മതി. പെട്ടെന്ന് തന്നെ കറി റെഡിയാവും. നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സോദാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.